എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. സമയം 9 ആയിട്ടുണ്ട്. 4/8/2025 4/8/2025 പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ്. മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന സമയമാണ്. കാരണം ഡൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 24,062, അതായത് 600 പോയിന്റിൻ്റെ ഡൗൺ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഹൈ വോളിയത്തിൽ പോകും. 2 സ്റ്റേഷൻസേ ഉള്ളൂ. 24,575 കഴിഞ്ഞ് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ എക്സ്പ്രസ് ട്രെയിനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ സ്റ്റേഷനൊക്കെ പല സ്ഥലത്തൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മെയിൻ സ്റ്റേഷൻ 24,350, 24,062 അപ്പം അതിൻ്റെ താഴത്തോട്ട് എത്രമാത്രം ഫോഴ്സ് ഉണ്ടാവും എന്നുള്ളത് മൊത്തത്തിൽ അനലൈസ് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ എന്താ പറയണ്ടേ, ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത ഏത് ഭാഗത്തേക്കാണെങ്കിലും മാർക്കറ്റ് ഹൈ വോളിയം ഇതിൽ മൂവ് ചെയ്യാനായിട്ട് ഈ സമയത്തൊക്കെ ട്രാപ്പ് ആവാനായിട്ട് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ എന്തായാലും ട്രാപ്പിംഗ് ഉണ്ടാവും. കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. നാളുകളായിട്ടുള്ള, അതായത് ഏറ്റവും ബേസ് പറഞ്ഞാൽ തന്നെ മെയ് 14 ഉള്ള ലോവിലാണ് മാർക്കറ്റ് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് തവണ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടും നടന്നിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ബിഗ് ഗ്യാപ്പ് അപ്പോട് കൂടി മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകണം, ഇല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ ഉണ്ടായിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിന് വേണ്ടിയിട്ട് റീടെസ്റ്റ് വന്നിട്ട് തിരിച്ച് താഴത്തോട്ട് പോകണം. മുമ്പ് ഇങ്ങനത്തെ ഒരു സിനാരിയോ ഒരു വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു സെയിം ചാർട്ട് സിറ്റുവേഷൻ ഞാൻ കണ്ടതാണ്. ടെക്നിക്കലി പറയുന്നത്, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ഡൗൺ ഇട്ട് പോയിട്ട് തിരിച്ച് മുകളിലോട്ട് വന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് 24,640 എന്നുള്ളൊരു ഭാഗം അന്ന് ഏതായിരുന്നു എന്ന് എനിക്കറിയില്ല, അവിടെ വന്ന് റീടെസ്റ്റ് അടിച്ച് അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തിയ ഒരു ദിവസം ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു സെയിം സിറ്റുവേഷൻ ആയിരുന്നു അന്നും. ഇന്ന് അത് ഏത് രീതിയിലാണ് എന്നുള്ളത് മാർക്കറ്റ് പ്രീ ഓപ്പൺ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 9:03 ആയിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു എന്താ പറയണ്ട, ഒരു 10-15 ദിവസമായിട്ട് ലോട്ട് വിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്ത് മാറുക എന്നുള്ളതാണ്. മാർക്കറ്റ് എന്തൂരം വേണമെങ്കിലും പൊക്കോട്ടെ, എന്തൂരം ഡൗണിട്ടോ അപ്പിലൊക്കെ പൊക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മാറുക എന്നുള്ളതാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ പുറകെ വൈകുന്നേരം വരെ പോയി പ്രോഫിറ്റ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് പറയണത് എപ്പോഴും സക്സസ് ആവണമെന്നില്ല. അത് നമ്മളെ ഗ്രീഡി ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെയും ഓവർ ട്രേഡ് ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി വരും. ഇൻ കേസ് നല്ല പ്രോഫിറ്റ് കിട്ടി പിന്നെ അത് ലോസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറയുമ്പോൾ പിന്നെ കിട്ടിയ പ്രോഫിറ്റിൻ്റെ അത്ര ഒപ്പത്തിനൊപ്പം തോളോട് തോളാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മാർക്കറ്റിൻ്റെ പുറകെ വലിയ റൈഡുകൾ കണ്ട് ശീലിക്കണം, പക്ഷെ എടുത്ത് ശീലിക്കരുത്. ഇതാണ് എൻ്റെ പർപ്പസ്. പിന്നെ സ്വാഭാവികമായിട്ടും ചെയ്യാവുന്നത് 2-3 ലോട്ടോ ആണെങ്കിൽ 1-2 ഒക്കെ കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് വൈകുന്നേരം വരെ അവിടെ ഇട്ടേക്കുക. ചിലപ്പോൾ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് 10-300 പോയിൻ്റൊക്കെ കിട്ടാം. ചിലപ്പോൾ തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് 200 പോയിന്റ് പോയിട്ട് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നടിക്കാം. അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. നമുക്കെപ്പോഴും ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി, അതായത് മാർക്കറ്റ് എപ്പോഴും അപ്പ് ഉണ്ട്, ഡൗൺ ഉണ്ട്, കൺസോൾട്ടേഷൻ ഉണ്ട്, ന്യായമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടി അതിൽ സ്വസ്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഒന്നും നിലനിൽക്കും. വലിയ റൈഡ് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല, വലിയ സ്റ്റോപ്പ് ലോസ് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല.
അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നടക്കുന്ന കാര്യം 100% വർക്കൗട്ട് ആകുന്ന ഒരു കാര്യം കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് ഡീസൻ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അതെന്നും കൂടെ ഉണ്ടാവും. അതല്ലാതെ വലിയ വലിയ റൈഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുന്ന സംഗതിയാണ്. അത് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ബോണസ് കിട്ടുന്ന പോലെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 3 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സേഫായിട്ട് ലോട്ട് കൂട്ടി കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് മാറുക, അതാണ് എപ്പോഴും സേഫായിട്ടുള്ള കളികൾ. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. മാസത്തിൽ 4 തവണ 100 പോയിൻ്റ്, ഒരു തവണ 150 പോയിൻ്റ്, ഒരു തവണ 200 പോയിൻ്റ് കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര അക്യുറേറ്റായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. നമ്മളൊരു ട്രേഡ് എടുത്തിട്ടിട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് അങ്ങ് വെയിറ്റ് ചെയ്തിരുന്നേക്കണം. അല്ലാതെ ആ റൈഡ് മുഴുവൻ കണ്ടുകൊണ്ട് പ്രോഫിറ്റ് എടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും തോന്നലൊക്കെ വരും. അത് ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ ഒരു 12:30 ആകുമ്പോൾ ഒന്ന് നോക്കും, ഒരു 1:30 ആകുമ്പോൾ ഒന്ന് നോക്കും, 2:45 ആകുമ്പോൾ ഒന്ന് നോക്കും. ആ സമയത്ത് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുള്ളൂ. അപ്പോൾ 9:05 ആയിട്ടുണ്ട്. ഏത് രീതിയിലാണെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാനൊരു കൺസോൾട്ടേഷൻ വലുതാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, 30 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പ് കാണിക്കുന്നത്, 30 പോയിൻ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ വരച്ച അതേ ഒരു ലെവൽ വെച്ച് തന്നെയാണ് ഞാനൊരു ബോക്സ് വരക്കുന്നത്. ഫ്യൂച്ചറിൽ ഏകദേശം ഇതേപോലെ തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് 24,690, ലോവർ ലെവൽ എന്ന് പറയുന്നത് 24,543 30 മിനിറ്റിൽ RSI ഡൗൺ സൈഡാണ്, ബട്ട് ചെറിയൊരു മടക്ക് പോലെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 അവറിൽ താഴത്തോട്ടാണ്, 30 മിനിറ്റിൽ നിലവിൽ താഴത്തോട്ടാണ് നിൽക്കുന്നത്. ക്രോസ് ഓവർ വന്നിട്ടൊന്നുമില്ല. 15 മിനിറ്റ്സിൽ RSI താഴത്തോട്ടാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ 15 മിനിറ്റ്സ് മേളിലോട്ട് പോകുമ്പോൾ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നെങ്കിൽ മേളിൽ പോയി കൺസോളിഡേഷനായി അവിടെ തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് താഴത്തോട്ട് വരാം. എപ്പോൾ 1 അവറും 30 മിനിറ്റും ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് 15 മിനിറ്റ്സിൻ്റെ RSIക്ക് വാല്യൂ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഡൗൺ സൈഡിട്ടാണ് നിൽക്കുന്നത്. 1 ഡേ ക്യാൻഡിൽ മാത്രമാണ് ഒരു ഇത്തിരി മേളിലോട്ട് കയറിയില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നത്. വെച്ചാൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഏരിയയിലാണ്, ഈ ഏരിയയിലാണ് മെജോറിറ്റി ആളുകളും പെട്ടുപോകുന്നത്. അതൊരു പ്ലാൻ എ ആണ്, പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി അതിന് നല്ല രീതിയിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് മാർക്കറ്റ് പൊക്കോട്ടെ, അതനുസരിച്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം. നമ്മൾ മൊത്തത്തിലുള്ളൊരു വ്യൂ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഡേ ഒരു എന്താ പറയണ്ടേ, ഒരു വല്ലാത്തൊരു ഡേ ആണ്. എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറാനായിട്ടുള്ള ഏരിയ. മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാം, മേളിലോട്ടാണെങ്കിൽ അത്ര വലിയ മൂവ്മെൻ്റ് ഒന്നും ഞാൻ ഹൈ വോളിയം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 24,680 ബ്രേക്ക് ചെയ്ത 97ലേക്കുള്ള ഒരു സ്കാൽപ്പിംഗ് പോയിന്റും, അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 24,800 ഭാഗത്തേക്ക് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ നിലവിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കാണിച്ച് 24,640 താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ്ങും 24,550 താഴത്തോട്ട് പോയ ബിഗ് ഫാളുമാണ് ഇന്നത്തെ ട്രേഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇത്രയൊക്കെ അനലൈസിങ് മതി എന്നാണ് ഇന്നത്തേൽ എനിക്ക് തോന്നുന്നത്. ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് 24,500 സിയും 24,700 പി ആണ്. അപ്പോൾ പിയുടെ ലെവൽസുകളൊന്നും നിലവിൽ അപ്പർ സൈഡിലേക്ക് ഇല്ല. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് എവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ നോക്കിയിട്ടാണ്, കൺസോൾട്ടേഷനൊക്കെ നോക്കിയിട്ടാണ് പിയുടെ ടാർഗറ്റ് ലെവലുകൾ തീരുമാനിക്കത്തുള്ളൂ. നേരെ മറിച്ച് സിയുടെ ലെവലുകളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 225 മുകളിലോട്ട് പോയാൽ 247ലേക്ക് 278ലേക്ക് 304 348, അതിൽ 278 എന്നുള്ള ഒരു ഏരിയ ഏകദേശം ഒരു 80% കൺഫേം ആയിട്ടുള്ള ഒരു ഏരിയ ആണ് 278 എന്നുള്ളത്. ഞാനൊരു മേജറായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവല് 278 പക്ഷേ RSI റീക്രോസ് ഓവർ 15 മിനിറ്റ്സിലാവുകയും വേണം. 50% മുകളിലോട്ട് മൂവും കൂടെ ചെയ്താൽ മാത്രമാണ് ആ മൂവ്മെൻറ്റിന് ഒരു
സസ്റ്റൈനബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്ങുകൾ. പിന്നെ അതേപോലെ ഹൈ വോളിയൊക്കെ ജനറേറ്റ് ചെയ്ത് ഇപ്പോൾ 15 മിനിറ്റ്സും ഈ ഒരു റെഡ് ലൈന് മുകളിലാണ് നിൽക്കുന്നത്. 1 ഹവറും 30 മിനിറ്റും കൂടെ ഗ്രീന് പൊക്കത്തോട്ട് RSIയിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവലും കൂടെ ഞാൻ 1-2 ലെവലും കൂടെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും. ആ ലെവലുകൾ ഒന്ന് അപ്രോക്സിമേറ്റ് ആണ്. എല്ലാ ലെവലുകളും 410ഉം രണ്ടാമത്തെ ലെവല് 445ഉം കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യും. സിയിലേക്കാണ് എല്ലാ കൺസോൾട്ടേഷന് ശേഷം RSI എല്ലാം കൂടെ ഡൈവർജൻസ് ആയി വന്നാൽ. ഇതൊക്കെയാണ് എന്നാൽ ഇന്നത്തെ എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത്. അപ്പോൾ 9:12 ആയിട്ടുള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ, അതിനുവേണ്ടി കാത്തിരിക്കാം. ഇവിടെ ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്. ആ ഷെയ്ഡ് ഫുൾഫിൽ ചെയ്ത് റീടെസ്റ്റിന് വേണ്ടിയിട്ട് വരുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 5 മിനിറ്റിലേക്ക് ഒന്ന് മാറ്റിയിടാം. 5 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ വന്ന് ഗ്രീനിലേക്ക് കയറുന്ന മുറക്കായിരിക്കും സി എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതേപോലെ ഇന്ന് പിയും 5 മിനിറ്റിലേക്ക് മാറ്റിയിടാം. RSIയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടേ മാർക്കറ്റ് താഴത്തോട്ട്, അതായത് 215 താഴത്തോട്ട് വന്നാൽ SMA-ലേക്കോ 193-ലേക്കോ ഫാളാവുന്ന ആ ഒരു സ്പേസ് എവിടം വരെ ഈ പറഞ്ഞ പോലെ സിയിൽ കിട്ടും എന്നാണ് നോക്കാനായിട്ടുള്ളത്. 225 മുകളിലോട്ട് വന്നാൽ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യും. 225 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ 200 നിലവിലുള്ള ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്താൽ RSI 5 മിനിറ്റിൽ ഡൈവർജൻസ് ആയിട്ടുണ്ട്. അപ്പം നിലവിലുള്ള പി ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. അത് സെറ്റിൽ ചെയ്യാൻ മുകളിലോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ഈ പി നേരെ ഡൗണിലേക്ക് വന്നാൽ 172ലേക്ക് ഫാളാവണം. അപ്പം നിലവിലത്തെ സിയുടെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 അത് ബ്രേക്ക് ചെയ്താൽ നേരെ SMA-ലേക്ക് 12, 15, 16, 18, ഇനി 225 അടുത്ത റിജക്ഷൻ. അതും ബ്രേക്ക് ചെയ്ത് 242ലേക്ക്. ഇനി 220 ബ്രേക്ക് ചെയ്യണം. 220 ബ്രേക്ക് ചെയ്താൽ 225ലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. പിന്നെ ആകെയുള്ള ഒരു ഒരു എന്താ പറയണ്ടേ, അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് പിയുടെ ക്യാൻഡിൽ വീക്കാണെന്ന് മാത്രമുണ്ട്. അത് ഇന്ന് തന്നെ വരണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല. വരികയാണെങ്കിൽ അപ്പം നോക്കാം, അല്ലാത്ത പക്ഷം സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നുള്ളതാണ്. മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ സിയിൽ കിട്ടുമെന്നുള്ളത് അറിയാൻ 30 മിനിറ്റിൽ RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അത് സസ്റ്റൈനബിളായി കിട്ടണം. 5 മിനിറ്റിലും സിക്ക് അനുകൂലമായിട്ട് 5 മിനിറ്റും 15 മിനിറ്റ്സും എല്ലാം സിക്ക് അനുകൂലമായിട്ട് ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സിയിലേക്ക് തന്നെയാണ് ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത്. ഇനി 225 കഴിഞ്ഞാൽ 242ലേക്കുള്ളൊരു മൂവ്മെൻറ്റും കൂടെ കിട്ടണം. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ അത്യാവശ്യം തരക്കേടില്ലാതെ പോകാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ 225 ആണ്. അവിടുത്തെ റിജക്ഷനും കൂടെ കഴിഞ്ഞാൽ നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോകണം. 222 ആയിട്ടുണ്ട്. 225 ബ്രേക്ക് ചെയ്താൽ പിന്നെ 242 ആണ്. അത് ഹോൾഡിംഗ് മെൻറ്റാലിറ്റിയേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടൊന്നും അത് ഹോൾഡ് ചെയ്യൽ നടക്കുകയില്ല. 225 ഒന്ന് കവറപ്പ് ചെയ്ത് ഇട്ടാൽ പിന്നെ 242 നോക്കിയാൽ മതി. RSI ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അത് ഗ്രീനിലേക്കും കൂടെ കയറിയാൽ സസ്റ്റൈനബിൾ ആയിട്ട് മുമ്പോട്ട് പോകും. അത് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വല്ലതും സിയിൽ വന്നാലേ വിഷയമുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ ടാർഗറ്റ് 242 ആണ്. ഈ 225 ഇവിടെ നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7 ക്യാൻഡലിൻ്റെ റെസിസ്റ്റൻ്റാണ്. അപ്പോൾ അവിടെ ബാഹുബലി സ്റ്റൈലാണെങ്കിൽ 1-2 ക്യാൻഡലിൽ 242 പിന്നെ 278. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവല് 278 ആണ് കേട്ടോ. ഈ 5 മിനിറ്റിൻ്റെ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവുകയോ അല്ലെങ്കിൽ ഈ 242ൽ കൺസോൾട്ടേഷൻ ആയതിനു ശേഷമോ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലോ ഞാൻ ഫൈനലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 278 ആണ്. 177 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമേ സി ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി 242, സെക്കൻഡ് പ്രയോറിറ്റി 278. കാരണം RSI ഒക്കെ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാതയിൽ വന്നു കഴിഞ്ഞാൽ ഈസിയാണ്. ഹൈ വോളിയം ആയിരിക്കും മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 228 ആയിട്ടുണ്ട്. 230 എന്തായാലും ടച്ച് ചെയ്യണം. 230
632 എന്തായാലും ചെറിയൊരു റിജക്ഷനും കൂടെ ഉണ്ട്. അതൊന്ന് കവർ ചെയ്ത് കിട്ടിയാൽ ഫസ്റ്റ് സേഫ് സോണായിട്ടുള്ള 242 മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. എളുപ്പമൊന്നും മേളിലോട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവിടെ 5-10 ക്യാൻഡിൽ സ്ട്രഗിൾ ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വന്നത് റിട്ടേൺ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എന്തായാലും ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ തടസ്സങ്ങളൊക്കെ ഒന്ന് നീങ്ങി സമയം എടുക്കും. RSI മേളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും 242 എത്താനായിട്ടുള്ള ഏരിയകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വിശ്വസിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ച് 242 278 ഒക്കെയാണ് എൻ്റെ ടാർഗറ്റുകൾ. 276 താഴെ പോവാതെ ഒരു കാരണവശാലും പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന പരിപാടിയില്ല. ഉടനെ ഒന്നും കയറി പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. എനിക്ക് ആദ്യത്തെ ടാർഗറ്റായിട്ടുള്ള 242, സെക്കൻഡ് ടാർഗറ്റ് 278, ഇത് എനിക്ക് 3:30 ആകുമ്പോൾ കിട്ടിയാലും മതി. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. ഇപ്പം തന്നെ കയറി പോകണം, ഇപ്പം തന്നെ പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടെൻഷൻ. എന്നെ സംബന്ധിച്ച് അത് 3:30-ക്കൊക്കെ കിട്ടിയാൽ മതി. താഴത്തോട്ട് പോയാൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യാം. ടാർഗറ്റിലേക്ക് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 242 അല്ലെങ്കിൽ 278 ടാർഗറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവും. റെഡ് വരും, അതൊന്നും ഞാൻ പേടിക്കത്തില്ല. ഇപ്പം ഇത് ലോസ് ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് വിഷയമുള്ള കേസല്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് 242 അല്ലെങ്കിൽ 278 മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ കിട്ടിയ പ്രോഫിറ്റ് അല്ല എൻ്റെ കോൺസെൻട്രേഷൻ. ഈ ചാർട്ടും പ്രകാരം 3-3.5 വർഷമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ചാർട്ടും പ്രകാരം ആ ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ് ലെവലുണ്ട്. അതാണ് ഒരു ട്രേഡർക്ക് അത്യാവശ്യം. എന്ന് വെച്ചാൽ ഇൻ കേസ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഞാൻ 245 47 പ്രതീക്ഷിച്ചു. ഇൻ കേസ് അത് താഴത്തോട്ട് 175 താഴത്തോട്ട് 170 താഴത്തോട്ട് മാർക്കറ്റ് പോയാൽ അപ്പം ഞാൻ അവിടെ അനലൈസ് ചെയ്യും എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് പോയത്, അവിടെ എവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് ഡൈവർജൻസ് ആയി താഴത്തോട്ട് പോയത്. അതിൻ്റെ കാര്യകാരണ സഹിതം നോട്ട് ചെയ്ത് വെച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെയും പിന്നെയും നോക്കി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാനവിടെ പഠിച്ചെടുക്കും. അത് പഠിച്ചെടുക്കുമ്പോൾ പിന്നീട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് എളുപ്പമുണ്ട്. അങ്ങനെ വേണം ആ ട്രേഡ് എടുക്കാൻ. അല്ലാതെ റെഡ് വന്നു എന്നും പറഞ്ഞിട്ട് ചാടിക്കയറി പോവാന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമില്ല. റെഡും ഗ്രീനും ക്യാൻഡിലുകൾക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വന്നു പോകാനായിട്ടാണ്. അല്ലാണ്ട് നമ്മൾ എടുത്ത ഉടനെ തന്നെ സിംഗിൾ ക്യാൻഡിലിൽ വിത്തിൻ സെക്കൻഡ്സ് 245 എത്തണമെന്നോ അല്ലെങ്കിൽ 275 എത്തണമെന്നോ വാശി പിടിച്ചിരിക്കുന്ന ട്രേഡേഴ്സാണ് മെജോറിറ്റി ലോസിലേക്ക് പോകുന്നത്. പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് 245 247 ആണ്. ഇൻ കേസ് അത് ലോസ് വന്നാൽ, ഞാൻ ആവറേജിങ് കൺസെപ്റ്റാണ്, ഇൻ കേസ് അത് ലോസ് വന്നാൽ ആ ലോസിന് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിൽ പരാതിയില്ല, പരിവുമില്ല. ആ ഒരു ട്രേഡ് എടുക്കുമ്പോഴേ ആ ട്രേഡിൻ്റെ ലോസും ഞാൻ കണക്കൂട്ടി തന്നെയാണ് ഇരിക്കണേ. പിന്നെ ഞാനെന്തിനാണ് ലോസിലേക്ക് പോകുമ്പോൾ ടെൻഷൻ അടിക്കണത്? എൻ്റെ ആവശ്യമില്ല. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിലിൽ ടാർഗറ്റ് 245 റീച്ച് ചെയ്യണമെന്നുള്ളതാണ്. 240 വരെ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. പിന്നെ അവിടെ കൺസോൾട്ടേഷൻ ആണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ആ ഭാഗം കൺസോൾട്ടേഷൻ ആണ്, എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞൊന്നും പോവത്തില്ല, വളരെ ടൈറ്റ് ആയിട്ടുള്ള സോണാണ് എന്നുള്ള സിറ്റുവേഷൻ നമ്മളത് കാണുമ്പോൾ മനസ്സിലാക്കണം. അല്ലാതെ അത് പോണില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അത് തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ എന്തുകൊണ്ട് അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഞാൻ ഒറ്റയടിക്കൊന്നും എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല, ടൈം എടുത്തിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ അവിടെ റെഡ് കാണുമ്പോൾ പേടിക്കുക, അല്ലെങ്കിൽ ധൈര്യം ചോർന്നു പോവുക, അല്ലെങ്കിൽ അയ്യോ എൻ്റെത് മൈനസിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ക്വിറ്റ് ചെയ്ത് ഇറങ്ങുക. ഈ മെജോറിറ്റി ആളുകൾ ഫേസ് ചെയ്യുന്ന വിഷയമാണ്. ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മൈനസിലേക്ക് പോകും. അതിനുശേഷം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് ടാർഗറ്റിലേക്ക് പോകും. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് അവരാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഏത് ട്രേഡ് എടുത്താലും 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഏത് ട്രേഡ് എടുത്താലും 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ എന്നുള്ള കാര്യം അവരവർ തന്നെ തീരുമാനിക്കുക. ഈ ഒരു ട്രേഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആണെന്ന് പറയുന്നത് 176. അത്രയൊക്കെ ആരും അക്സെപ്റ്റ് ചെയ്യാനാ? ഒരാളും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അവിടെയാണ്. അത് ഉൾക്കൊള്ളാനായിട്ട് ട്രേഡേഴ്സിന് സമ്മതമല്ല. അപ്പം എന്ത് ചെയ്യും? അവരെടുക്കുന്ന ട്രേഡ്
ലോസിലേക്ക് പോവുകയും ചെയ്യും. ലോസ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് ടാർഗറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇതൊന്നും ആരും കുഴപ്പമില്ല. അത് മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ട് ട്രേഡേഴ്സ് ശ്രമിക്കുന്നില്ലാത്ത കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. 15 മിനിറ്റ്സിൽ ഒരു SMA ഉണ്ട്. ആ SMAയിൽ മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട്. കണ്ടോ, 15 മിനിറ്റ്സിൽ ഒരു SMA ഉണ്ട്. അവിടെ മുട്ടിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സിൽ SMAയിൽ തട്ടിയത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 278 ആണ്. കാരണം RSI ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം അങ്ങോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി 80% കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് നല്ലൊരു സിറ്റുവേഷനിലാണ്. അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഹൈ വോളിയത്തിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്ക് ക്രോസ് ഓവർ ആണ്. 30 മിനിറ്റിൽ RSI ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ ഓൾറെഡി SMAനെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി 30 മിനിറ്റിൽ SMAനെ ടച്ച് ചെയ്യാനായിട്ട് മുകളിലുണ്ട്. പിന്നെ ഈ 255 എന്നുള്ളൊരു കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ടുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിക്ക് 278 അടിക്കണം. പിന്നെ 1 അവറിൽ നോക്കിയാലോ SMA മുകളിലാണ്. എല്ലാ ഭാഗങ്ങളും അനുകൂലമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 348 വരെയൊക്കെ മാർക്കറ്റ് വരും. 100 പോയിന്റ് നോക്കാം, വൈകുന്നേരം വരെ കാത്തിരിക്കാം. അങ്ങനെയാണ് 100 പോയിന്റ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ പീര് ഇവിടെ ചെറിയൊരു റിവേഴ്സൽ എന്തായാലും കുറച്ചൊക്കെ വന്നേക്കാം, വരുമോ വരാതിരിക്കുമോ സെക്കൻഡറി. രണ്ടാമത്തെ കേസ് RSI ക്രോസ് ഓവർ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ ക്രോസ് ഓവറായി, അത് ഗ്രീനിലേക്കൊക്കെ കയറാനുണ്ട്. അപ്പോൾ 30 മിനിറ്റിൻ്റെ RSI ആണ് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. 30 മിനിറ്റിലൊരു ലോങ് ഹോൾഡിങ് ഏത് രീതിയിൽ വർക്കൗട്ട് ആവും, 100 പോയിന്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? ഒരു 3:30 ആകുമ്പോഴത്തേക്കും 348 വന്നാൽ മതി. കറക്റ്റ് 120 പോയിന്റ്. നമ്മളൊരു 101 സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു 200 പേജിൻ്റെ ബുക്കിൽ കുറേ ടെക്നിക്കൽ വേർഡ്സുകൾ എഴുതി വെച്ചിട്ട് കാണാപ്പാഠം പഠിക്കുന്നതല്ല ട്രേഡിങ്. ഒരു സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ ലഭിക്കുന്ന നോളജ്, എക്സ്പീരിയൻസ്, അതാണ് ഒരു ട്രേഡർക്ക് ട്രേഡിങ്ങിൽ വേണ്ട ബെസ്റ്റ് ടീച്ചറെന്ന് മനസ്സിലാക്കുന്നത്. അതാണ്. ആരാണ് ഒരു 10 ടേംസ് എഴുതി വെച്ചിട്ട് അത് നോക്കിയിട്ടൊക്കെ ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്? മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും. അത് നോക്കി ഇത് നോക്കിയൊക്കെ വരുമ്പോൾ കണക്കൂട്ടിയൊക്കെ വരുമ്പോൾ മാർക്കറ്റ് പോകും. ചാർട്ട് നോക്കി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പൊട്ട സ്ട്രാറ്റജി ആയിക്കോട്ടെ, ആ സ്ട്രാറ്റജി ഒരു 6 മാസം വെറുതെ നോക്കിയിരുന്ന ഒരു ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ റേഷ്യോസോ കണക്കില്ലാതെ ഈസി ആയിട്ട്, ഞാൻ പറഞ്ഞതെന്താ, മാർക്കറ്റ് 11-നും 11:15 ഇടക്ക് 11:30 ഇടക്ക് ടാർഗറ്റ് റീച്ച് ചെയ്യും. ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനുണ്ട്. RSI 5 മിനിറ്റിൻ്റെത് ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ സിയിൽ അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഓൾറെഡി 247 ഓൾറെഡി റീച്ച് ചെയ്യാത്തതും ഒരു തവണ കൂടെ 247ലേക്ക് റീച്ച് ചെയ്യാനായിട്ടുമുണ്ട്. ആ വൈറ്റ് ലൈൻ വാനിഷ് ആവണം. അത് ഓൾറെഡി 245ലേക്ക് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ വൈറ്റ് ലൈൻ വാനിഷ് ആവും. ശേഷം എൻ്റെ സേഫായിട്ടുള്ള അടുത്ത സോൺ 278. ഒരു 100 പോയിൻ്റൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത്. അതായത് 310 അറ്റ്ലീസ്റ്റ്, അതും കവറപ്പ് ചെയ്താൽ 348. ഇതേപോലത്തെ സാഹചര്യങ്ങളൊക്കെ മാസത്തിൽ വളരെ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 30 മിനിറ്റിൽ നോക്കിയേ, SMA ടച്ച് ചെയ്യാനായിട്ട് എവിടെയുള്ള 267 ആണ് SMA ടച്ച് ചെയ്യാനായിട്ടുള്ളത്. RSI ഓൾറെഡി ഗ്രീനിലേക്ക് കയറി. ചെറിയൊരു കറക്ഷൻ വന്നാലും ബ്രേക്ക് ചെയ്ത് പോകേണ്ടതാണ്. 247ലേക്ക് മാർക്കറ്റ് എത്തുന്നു. 245. ഓക്കെ, വൈറ്റ് ലൈൻ വാനിഷ് ആയതുകൊണ്ടോ ഇങ്ങനെയും ട്രേഡ് ചെയ്യാം. ഇത് എക്സ്പീരിയൻസ്. അപ്പോൾ ആദ്യത്തെ വീണ്ടും ഒരു തവണ കൂടെ റേഞ്ച് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് 278 ആണ്. ഇനി അവിടെ വരുമ്പോൾ കാണാം. അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂടിപ്പോകും. ഒന്നെങ്കിൽ എൻ്റെത് 160 അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് 170 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം.
ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ട്രിഗർ പോയിന്റ് 278 ഹിറ്റ് ചെയ്യണം. ഇത് രണ്ടിനെയും ഒരേ മനസ്സോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. സമയം 12:28 ആയിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയണ്ടേ, ആദ്യത്തെ 30 മിനിറ്റിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഡേ ആണ്. ചെറിയ 5-10 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ട് ട്രേഡ് എടുക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടപടലേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ ഡേയിൽ ഒരു 172 ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെയിറ്റ് ചെയ്തതിൻ്റെ റീസൺ തന്നെ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ 50 മിനിറ്റ്സിൽ അനുകൂലമാണ്, 30 മിനിറ്റിൽ അനുകൂലമാണ്. ഒരിക്കലും പെട്ടെന്നൊന്നും മാർക്കറ്റ് കയറി വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SMA ഒക്കെ 30 മിനിറ്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെത് 247 ശേഷമുള്ളതായിട്ട് അടുത്ത ടാർഗറ്റ് 278 ആണ്. അത് കഴിഞ്ഞാൽ 320, 348 ഒക്കെയാണ്. 100 പോയിന്റ് കിട്ടുമെന്നുള്ളത് നോക്കാമല്ലോ. നോക്കണോണ്ട് ഇപ്പം എന്നാ കുഴപ്പം? എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇതുവരെ വന്നിട്ടില്ല, ടാർഗറ്റിലേക്ക് എത്തിയതുമില്ല, അത് ഉടനെ ഒന്നും എത്തത്തുമില്ല. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. പിയിലേക്കായിരുന്നെങ്കിൽ, ഞാൻ പിയിലേക്കാണ് കേട്ടോ മാസീവ് മൂവ്മെൻറ്റ് രാവിലെ പ്രതീക്ഷിച്ചത്. പിയിലേക്കാണെങ്കിൽ ദാന്ന് പറയുമ്പോൾ 100-150 പോയിൻ്റൊക്കെ കിട്ടുമായിരുന്നു എന്നുള്ളത് ഓൾറെഡി ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സിയിലേക്കാണെങ്കിൽ എന്തായാലും റൈഡിങ് നടക്കും. പിയിലേക്കാണെങ്കിൽ പെട്ടെന്ന് കാര്യം നടത്താം. സിയിലേക്കാണെങ്കിൽ എഴഞ്ഞും വലിഞ്ഞുമേ കയറത്തുള്ളൂ എന്നുള്ളത് വളരെ കൃത്യവും വെടിപ്പുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ വെയിറ്റ് ചെയ്യാം, വേറെ നിവൃത്തിയൊന്നുമില്ല. 265, 271, ഒരു 7 പോയിന്റും കൂടെ മാർക്കറ്റിൽ മൂവ് ചെയ്താൽ മതി. അപ്പോൾ ആ 270 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. നിലവിലത്തെ ക്യാൻഡലിലെ ഹൈ പോയി നിൽക്കുന്നത് 271.20 എന്തുകൊണ്ടാണ്? അവിടെ 31 വ്യാഴാഴ്ചത്തെ ഒരു റെസിസ്റ്റൻ്റ് ലെവലുണ്ട്, അവിടെ ഒന്ന് ടിപ്പടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ആവുന്നത്. പക്ഷേ 278.2 എന്നുള്ളത് 101% മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള, അക്യുറേറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ. അതുകൊണ്ടാണ് അത്ര കോൺഫിഡൻറ്റോട് കൂടി ആ ഒരു 278 3.5 വരെയും, ഫസ്റ്റ് പ്രയോറിറ്റി 247, സെക്കൻഡ് 278, പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത 304, 348. അത് 100 പോയിന്റ് കിട്ടേണ്ട സാഹചര്യങ്ങൾ നിലവിലുണ്ട് കൊണ്ടോ, അതുകൊണ്ടാണ് അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ മേജറായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുമ്പോൾ 278 ആണ്. 278.2 ആണെങ്കിലും ബഫർ സോൺ ഇട്ടുകൊണ്ട് 278 ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് വെറുതെ ഈ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 30 മിനിറ്റിലേക്ക് അത് മാറ്റിയത്. 30 മിനിറ്റിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഫ്ലക്ച്വേഷൻസ് അത്രയധികം ബാധിക്കില്ല. ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ, 5 മിനിറ്റിലേക്ക് നോക്കിക്കേ, ഇതിനിടയ്ക്ക് എത്ര ക്രോസ് ഓവർ വന്നെന്ന് നോക്കിക്കേ, എത്ര റെഡും. ഈ ഗ്രീൻ ക്യാൻഡിലൊക്കെ കണ്ടോ, ഈ റെഡ് ക്യാൻഡിലൊക്കെ കാണുമ്പോഴത്തേക്കും വെറുതെ പാനിക്കായി പോകത്തുള്ളൂ. നോക്കിക്കേ, ആ 5 മിനിറ്റ് മാത്രം ഞാൻ ആ സമയത്ത് കോൺസെൻട്രേഷൻ ചെയ്ത ഈ ക്യാൻഡിലും അപ്പർ സൈഡിലും ഹൈ വോൾട്ടാലിറ്റി ആയിട്ട് മാർക്കറ്റ് 100 പോയിന്റ് അല്ലെങ്കിൽ ഒരു വൺ സൈഡ് മാർക്കറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇതേപോലെ വോൾട്ടാലിറ്റി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ പോലെ 10 പോയിന്റ് 5 പോയിന്റ് ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട ആളുകൾ സിയിലും പിയിലും എടുത്തവരെയും സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ 30 മിനിറ്റിലേക്ക് ഒരു 175 സ്റ്റോപ്പ് ലോസ് ഇട്ട് 278 കാത്തു കെട്ടിയിരിക്കുന്നത് മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടാനും ധൈര്യം കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ 30 മിനിറ്റിലേക്ക് മാറ്റിയത്. മനസ്സിലായോ? കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു 100 പേര് വീഡിയോ കാണാം, പക്ഷെ ഒരാളെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാനൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു എന്താ പറയണ്ടേ, 6000 5900 ആയി, 5100 ആയി, 5K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടുമ്പോൾ അത് അത്രയധികം പെർഫെക്റ്റ് ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ട്രേഡിങ്ങിനെ സംബന്ധിച്ച് എന്താ, എൻ്റെ സ്കില്ലാണ് ഡെവലപ്പ് ആവുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണെങ്കിലോ അതാരെങ്കിലും കാണുന്നു, റിവൈൻഡ് ചെയ്ത് കാണുന്നു, പക്ഷെ എനിക്കവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇല്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ, ഒരു കുക്കറി ഷോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ചാനലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക് ചാനലോ ഒക്കെ ആണെങ്കിൽ അവിടെ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നില്ല. ആ വീഡിയോ ഡെവലപ്പ് ആവുന്നു, അല്ലെങ്കിൽ ഓഡിയൻസ് കൂടുന്നു, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ നല്ലതാവുന്നു, ഞാൻ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആവുന്നു എന്നുള്ളതല്ലാതെ
അവിടെ വേറെ പ്രയോജനമില്ല. പക്ഷേ ഇവിടെ കാണികളില്ലെങ്കിൽ പോലും എൻ്റെ സ്കില്ല് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. അതിൻ്റെ ഗുണം എനിക്കല്ലേ. എനിക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റില്ലേ. ഒരു 5 വർഷം ഞാനൊരു വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ യൂട്യൂബ് ചാനൽ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഞാനിവിടെ പെർഫെക്റ്റായിട്ട് അക്യുറേറ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് വ്യൂ പറയാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആളുകൾ പഠിക്കാൻ വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് ആളുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ ആളുകൾ എൻ്റെ കൂടെ ലൈവിൽ ഇരുന്നില്ലെങ്കിലോ എനിക്കൊരു പരാതിയില്ല. കാരണം 5 വർഷം കഴിയുമ്പോൾ ഈ ഒരു വീഡിയോ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് വളരെയധികം ഗുണം ചെയ്യും. എനിക്ക് നല്ല കൺഫേം ആയിട്ട് ലോട്ട് കൂട്ടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ അത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ചില ആളുകൾ വിചാരിക്കും ഒരാൾ ലൈവിലും ഇല്ല, നിങ്ങളുടെ ചാനലിന് ലൈക്കില്ല, നിങ്ങളുടെ ചാനലിന് ഷെയർ ഇല്ല, അല്ലെങ്കിൽ പഠിക്കാൻ ആൾ കുറവാണ്, അല്ലെങ്കിൽ ലൈവ് കൂടുതലാണ്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അത് നിങ്ങൾ ദയവീതി വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്താ ഗുണം? എൻ്റെ കൂടെ ലൈവിൽ നിൽക്കുന്നവരോ, അല്ലെങ്കിൽ ഈ ചാർട്ട് പഠിച്ചിട്ട് ലൈവ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കോ, എൻ്റെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് എന്താ ഗുണം? എൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവുന്നതുകൊണ്ട് അവരുടെ സ്കില്ലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 പേരെങ്കിൽ 10 പേര് മതി. എന്തിനാണ് 1000 പേര്? ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് കേരളത്തിലെ നമ്പർ 1 ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ പഠിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ്, അങ്ങനെ ഒരു ട്രോഫി മേടിച്ച് ഷോക്കേസ് വെക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. 10 പേരെങ്കിൽ 10 പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രേഡിംഗ് എടുക്കുന്ന ഒരു ലെവലിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരിക, എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. 272 മാർക്കറ്റ് നിൽക്കുന്നത്. 73. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 78. ഒന്നെങ്കിൽ 78 മൊത്തത്തിൽ കൊടുത്ത് സേഫ് ആവാം. അല്ലാത്ത പക്ഷം മാക്സിമം ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് ഇനിയും RSI ക്രോസ് ഓവർ ആവുന്നവരെ പോകുമെന്ന് നോക്കാം. 1 മണി ആയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് വൈൻഡപ്പ് ആവാൻ പറ്റും എന്നാണ് തോന്നണത്. 278 ഹിറ്റ് ചെയ്തിട്ട് വൈൻഡപ്പ് ആവണമെങ്കിലാവാം. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് എന്താ പറയണ്ടേ, ഞാനിവിടെ IV നോക്കിയിട്ടില്ല, വിക്സ് നോക്കിയിട്ടില്ല, ഫണ്ടമെൻ്റൽ നോക്കിയിട്ടില്ല, അതേപോലെ ബാക്കിയുള്ള പറയണത് ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങോട്ട് പോയി എന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന് ഇന്നത്തെ യൂട്യൂബിൻ്റെ തമ്പനയിൽ തന്നെ അതാണ്. അതായത് ഒരു 101 സ്ട്രാറ്റജീസും പഠിച്ചു വെച്ച് ഒരു 200 പേജിൻ്റെ ബുക്കിൽ ഒരുപാട് ടെക്നിക്കൽ ഇതൊക്കെ നോളജൊക്കെ പലയിടത്തുനിന്നും പല വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്തിട്ടൊന്നും രക്ഷപ്പെടാത്ത അല്ലെങ്കിൽ സക്സസ് ആവാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും 5 വർഷം 10 വർഷം ആയിട്ടും രക്ഷപ്പെടാത്ത ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കി എടുത്തു എന്ന് വെച്ചാൽ 3-3.5 വർഷം ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു കേട്ടോ. കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കും പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. 6 മാസം തൊട്ട് 1 വർഷം വരെ നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റബിൾ ആക്കുന്ന പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് ഒരുപാട് ആളുകളുണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ പോയി കാശ് കളഞ്ഞിട്ട് പഠിക്കാം, ഇല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ട്രേഡറും, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻ്റർപ്രണറും ഒരു എന്താ പറയണ്ടേ, പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് സക്സസ് ആയ ആളുകളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും അധ്വാനവും കൊണ്ട് മാത്രമാണ് അവർ ആ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങളും അതാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്,
അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.